ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. അപ്പൊ വിഷയം ഇന്നലെ കഴിഞ്ഞ ദിവസം നടന്ന നെടുമങ്ങാട് നടന്ന ഒരു 1.5 വയസ്സുകാരന്റെ കൊലപാതകവുമായിട്ട് സംബന്ധിച്ചുള്ള വീഡിയോ ആണ്. ഒരുപക്ഷെ ഞാൻ ഇതിന് ഈ ഒരു വീഡിയോയിൽ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെയാണ് ഞാൻ റിയാക്ട് ചെയ്യാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മാക്സിമം ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് തന്നെ കേൾക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമം. കാരണം ഏതൊരു കുഞ്ഞു കൊച്ചിനെ ഏത് രീതിയിലാണ് മൃഗീയമായിട്ടാണ് കൊലപ്പെടുത്തിയെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പൊ ചില സബ്ജക്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ അണ്ടർ കൺട്രോൾ അല്ലാണ്ടാവും. അപ്പം മേ ബി ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നിരിക്കാം. പക്ഷെ ഞാൻ ഇന്നലെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് റിയാക്ട് ചെയ്തിരുന്നത്. കാരണം ഏത് വാക്കുകൾ ഉപയോഗിച്ച് അവളേലും അവനേലും റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. അപ്പം അത്രയും വൈകാരികത്തോടെയാണ് ഞാൻ തന്നെയല്ല, ഈ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും, കേരളത്തിന് പുറത്തും എന്താണ് അകത്തും എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നു, അവളെ ജയിലിൽ കടത്തി തീറ്റി പോറ്റരുതേ, അവളൊന്നും മനുഷ്യഗണത്തിൽ പോലും പെടുത്താൻ പറ്റില്ല, മൃഗങ്ങൾക്ക് പോലും അപമാനപരമായിട്ടുള്ള ഒരു രണ്ട് പിശാചുക്കളാണ് അഖിലയും അഷ്കറും. അപ്പം സോ വെൽക്കം ബാക്ക്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസാക്ഷിയെ നടുക്കിയ ഒരു സംഭവമാണ് നെടുമങ്ങാട് അരങ്ങേറിയത്. അഷ്കർ എന്ന ഒരു കാമുകനും അഖില എന്ന് പറഞ്ഞ മാതാവും. അവളെ മാതാവ് അമ്മ എന്നുള്ള ഒരു പദപ്രയോഗം ഉപയോഗിക്കരുത് എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഒരമ്മയും എത്ര അമ്മമാർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ ഈ പുതുതലമുറയുടെ ആയിട്ട് വരുന്ന അമ്മമാര്, അവർക്ക് വെറും കാമം മാത്രമാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് കുടുംബം അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഒരു കാമം തീരുമ്പോൾ അടുത്തൊരു കാമുകനെ തേടി കാമം തീർക്കാൻ വേണ്ടി പോകുന്ന അമ്മാതിരി ഒരു കോമാളിത്തരമാണ് ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇവിടെ വെച്ച് ഇതൊരു അവസാന സംഭവമാവണം, ഇത് ഇവിടെ വെച്ച് നിൽക്കണം. ഇനി വേറെ ഒരു അഖിലയും ഒരു അഷ്കറും ജനിക്കരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അപ്പം സംഭവം നടക്കുന്ന നമുക്കറിയാം, നെടുമങ്ങാട് ഇതുപോലെ അഖില ഇതുപോലെ സ്നേഹിച്ച് കിട്ടിയതാണ്. അഖിലയുടെ ആദ്യത്തെ ഭർത്താവ് ഈ അഖില ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ പുനരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അഖില ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ഈ അഷ്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നു. ആ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ല എന്ന് അഖിലയുടെ അമ്മ വിലക്കുന്നുണ്ടെങ്കിലും ഇവർ തമ്മിൽ കൂട്ടാക്കുന്നില്ല. ഈ മറ്റേ മോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പറയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഒരു പെൺകുട്ടിയെ, സ്വന്തം നാട്ടിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു അവളെ തല്ലി ചതച്ച് അവശ്യ നിലയിലാക്കി അവളും പാരലൈസ്ഡ് ആയിട്ട് ഇപ്പൊ ഹോസ്പിറ്റലൈസ്ഡ്, അതിനും കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ അഖില എന്ന് പറഞ്ഞ ഇവളും ഇങ്ങനെ ചാടി പുറപ്പെടുന്നത്. പിന്നെ അഖിലയുടെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഒരു ഡാൻസ് ടീച്ചറാണ് ഇവരിനെ ഇങ്ങനെ പരിചയപ്പെടുത്തി, അങ്ങനെ ഉണ്ടായ ബന്ധമാണ്. പലതവണ എതിർത്തിട്ടും ഇത് തുടർന്നു. പിന്നെ ഇവര് എപ്പോഴും അമ്പലത്തിൽ എപ്പോഴോ വെച്ച് വിവാഹിതരായി എന്ന് പറയുന്നു. അഷ്കറിന്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. അപ്പൊ അഷ്കറിന്റെ വീട്ടിലുള്ള ആ സഹോദരിയും അവിടുത്തെ അമ്മയും അവർക്കെതിരെയും നല്ല നടപടികളും കാര്യങ്ങളും എടുക്കണം. കാരണം ഇത്രയും ഒരു ക്രൂരത ഒരു 1.5 വയസ്സുകാരനോട് ചെയ്തിട്ട് അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ അവിടെ മൊത്തം കഴുകി ഇറക്കുകയും ഒരു തെളിവുകൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ മകനെയും സഹോദരനെയും രക്ഷിക്കാൻ ശ്രമിച്ച അവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പം ഏക്കായാലും ഈ കുഞ്ഞിനെ ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽക്കുന്നുണ്ട്. കുഞ്ഞിനെ തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് അഖിലയുടെ മുൻ ഭർത്താവിന്റെ കുടുംബവും അഖിലയുടെ അമ്മയും ആവശ്യപ്പെട്ടിരുന്നു. അഖിലയുടെ അമ്മയും മുത്തശ്ശിയും ഈ കുഞ്ഞിന്റെ രണ്ട് കൈകളും ഇരുന്നപ്പോൾ തന്നെ ഇവർക്ക് സംശയം തോന്നുന്നു. ഇവർ ചൈൽഡ് ലൈനിനും മറ്റ് പോലീസ് സ്റ്റേഷനുകളുമായിട്ട് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് യാതൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. അവര് നിസ്സാരവൽക്കരിച്ച് കളയുകയായിരുന്നു ഇതുണ്ടായിട്ടുണ്ടത്. അപ്പം അതും അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ സർക്കാർ ഈ പരാതി വന്നിട്ട് എന്തുകൊണ്ട് ഈ ചൈൽഡ് ലൈൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് നടത്തിയില്ല എന്നൊക്കെ അന്വേഷിക്കണം. പിന്നെ പോലീസുകാരുടെ ഭാഗത്തും ഉണ്ട് തെറ്റുകളും, അവരും കറക്റ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം രീതികളൊന്നും വെച്ചില്ല. ഏക്കായാലും അഖിലയുടെ അമ്മ പറയുന്ന വീഡിയോ കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേട്ടിട്ട് മൊത്തം മുറിവുണ്ട്. അത് ഈ വട്ടത്തിനുമായിട്ടുമുണ്ട്. അതല്ല കുട്ടിയുടെ മർമ്മത്തൊക്കെ ഇങ്ങനെ തൊലി വിരിഞ്ഞതായിട്ടും ബെർലിൻ്റെ അവിടെയൊക്കെ തൊലി അടർന്നിരിക്കുന്നതായിട്ടും കണ്ടു. ഞാനിങ്ങനെ ഒരിക്കൽ മാത്രമേ കുഞ്ഞിനെ നോക്കിയുള്ളൂ. എനിക്ക് പറ്റുന്നില്ല എൻ്റെ മോനെ കാണാനായിട്ട് അങ്ങനെ. കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും, കൊച്ചിൻ്റെ പുറത്ത് ഒരു മുറിവോ പാടുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ 9:24 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഇങ്ങനെ കൊച്ചിന് സുഖമില്ലാണ്ടായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ തന്നെ പിന്നെ കൊച്ചിൻ്റെ 2 കൈകളും ഒടിഞ്ഞ് 2 കൈകളിലും പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അത് അവൾ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിരുന്നു. അത് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. എന്നെ പറ്റി പറഞ്ഞു. അത് പറഞ്ഞ കുട്ടിയുടെ കളിപ്പാട്ടത്തിൽ, അതായത് കളിക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടിയുണ്ട്. ആ വണ്ടി കൊണ്ടുപോയപ്പോൾ സിറ്റ് ഔട്ട് ഇച്ചിരി പൊക്കത്തിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് 3 കാരണം പറഞ്ഞ് കുട്ടി വീണു എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ദേഹത്ത് മുറിവുകളോ വേറെ ഒന്നും തന്നെ കണ്ടിരുന്നില്ല. അത് ഡിവൈഎസ് അവിടെ നമ്മൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവിടെ സ്റ്റേഷനിൽ SIയോട് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. പിന്നെ കാരണം കുട്ടി സാധാ വീണിരുന്നുവെങ്കിൽ ദേഹം ആ സകലം മുറിയണമായിരുന്നു. പക്ഷേ ഇത് കുട്ടിയുടെ 2 കൈയും മുറിഞ്ഞു. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു.
പരിചയപ്പെടുകയും ഞാൻ SI സാറിന് കംപ്ലയിൻറ്റ് കൊടുത്തു. ഞാൻ കുട്ടിയെ ഞാൻ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ആ കംപ്ലയിൻറ്റിന് ഏകദേശം 5-ാം തീയതി അന്ന് പിന്നെ ഞങ്ങളെ ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുമായിരുന്നു സ്റ്റേഷനിൽ. ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും തന്നെ ഞാൻ സ്റ്റേഷനിൽ പോവുകയും അപ്പോൾ അവിടെ നിന്ന് ഒരു സാറ് തന്നെ പറഞ്ഞു അവന് എന്തോ ഒരു ഉടായ്പുണ്ട്. കാരണം കൊച്ചിൻ്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ വേജേന അവളെയും കൊച്ചിനെ ഞാൻ ചെല്ലണേന് മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റി. കാരണം നിലവിൽ ഞാൻ കുട്ടിയെ കാണാൻ പാടില്ല. അത് അവൻ്റെ ഒരു ട്രാപ്പായിരുന്നു. ഇപ്പോഴും സംശയമുണ്ടല്ലോ ഇപ്പോൾ ഈ മരണത്തിലും. കാരണം ഇതിന് മുന്നേ ഞാനൊരു കേസ് കൊടുത്തു. ഇവള് കുഞ്ഞിനെ ഏകദേശം 1 മാസത്തോളം വീട്ടിൽ നിർത്തിയിട്ട് പോയപ്പോൾ കുഞ്ഞിന് പനിയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവള് നിലവിൽ കുഞ്ഞിനെ കാണാനോ ഒരു ഫോൺ കോൾ പോലും വിളിച്ച് ചോദിച്ചിരുന്നു. നിങ്ങളുടെ മകള് കാരണം അവൻ ചെയ്യാൻ സമ്മതിക്കില്ല. അത് മറ്റൊരു തലത്തിൽ ബന്ധുക്കളോ ഞങ്ങളെ അവളുടെ സഹോദരങ്ങളോ പെറ്റമ്മയായ കുഞ്ഞിനെ നന്നായിട്ട് നോക്കിയിരുന്നില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങൾ ഇവർ വിളിച്ച സമയത്ത് പോലീസ് ഒരു റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ചൈൽഡ് ലൈനും അവർ അതിൻ്റെതായ ഗൗരവത്തിൽ കാര്യങ്ങൾ എടുത്തിട്ടില്ല. എന്തുകൊണ്ട് നിങ്ങളെ പിന്നെ എന്തിനാണ് ഈ ഒരു സ്ഥാനത്തിരുത്തുന്നത്? അപ്പം സർക്കാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ നടപടി എടുക്കുക. എല്ലാത്തിനും തൂത്തുപെറുക്കി സസ്പെൻഷനോ ഡിസ്മിസോ എന്താണേലും വെച്ച് കൊടുത്തു വിടുക. കാരണം ഇത് ജനങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യാണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു പരാതി വരുമ്പോഴത്തേക്ക് അതിന് തക്കതായിട്ട് അന്വേഷിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവിടെ വെച്ച് നിർത്തി പൊക്കോ, വീട്ടിൽ പോയിരുന്നു. അപ്പം അത് സർക്കാർ ശ്രദ്ധിക്കുക. ഈ ഒരു കേസിൽ എന്താണ് നടന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ തക്കതായിട്ടുള്ള ശിക്ഷാ കാര്യങ്ങളും എല്ലാം കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് അറിയോ, ഈ അഷ്കറും അഖിലയും നാളെയും ഉണ്ടാവും. അപ്പം ഇതുപോലെ 2-3 ദിവസം സെൻസേഷൻ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. എല്ലാവരും എടുത്ത് കൊട്ടിഘോഷിക്കും, ആഘോഷിക്കും. അതൊക്കെ അങ്ങനെയൊക്കെ ആ വഴിക്കങ്ങ് പോകും. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിന് നേരെ ചൊവ്വയെന്ന് അമ്മയെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും അവന് വിളിക്കാൻ അറിയുമോ? ആ കുഞ്ഞിന് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൻ പറയരുത്. ഞാൻ ഇവന്റെ ഈ മരിച്ച കുഞ്ഞിന്റെ റീല് ഏതോ ഒരു പബ്ലിക്കായിട്ട് വന്നപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 2 കൈ മുടിഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് വളരെ സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയാണ് ഇവൻ ഈ 2 കൈ മുടിച്ചു വെച്ചത്? പക്ഷെ അങ്ങനെ ഞാൻ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഈ 2 കൈ മുടിച്ചതെന്ന്. പക്ഷെ എന്നാൽ പോലും ഇത്രയ്ക്ക് ഈ വീട്ടുകാർ ഇങ്ങനെ ചെയ്യുമെന്നോ അല്ലെങ്കിൽ സ്വന്തം അമ്മ ഇങ്ങനെ ചെയ്യുമെന്നോ ഒന്നും വിചാരിക്കില്ല. അപ്പൊ അതിനകത്ത് ഈ സ്ത്രീ അഖില എന്ന് പറഞ്ഞ ഈ സ്ത്രീ വളരെ ചിരിച്ചുകൊണ്ടാണ് സൈക്കിളിൽ നിന്ന് വീണ എന്ന് ഈ മോള് പറയുന്നത്. അപ്പം നമ്മുടെ തലയിലോട്ട് അത്രയും ഓടിയില്ല. നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. അതിനുശേഷം രണ്ടാഴ്ചക്ക് ശേഷം ഈ കുഞ്ഞിന്റെ ഈ മരണവാർത്ത അറിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കിളിപ്പോയ ഒരവസ്ഥയായിരുന്നു. കാരണം നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അല്ലേ, അതൊന്ന് എങ്ങനെയാണ് ഈ 2 കൈയും ഒരുമിച്ച് ഒടിഞ്ഞെന്ന് റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്നു. എക്കാലും ഇന്നലെ അവനേല് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴത്തേക്ക് നാട്ടുകാർ കയറി പെരുമാറുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം തോന്നിയിട്ട് വളരെ കിട്ടിയില്ല. ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പോലീസുകാരുണ്ടല്ലോ എന്നിട്ടങ്ങ് വിട്ടുകൊടുക്കണം. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ വിട്ടുകൊടുക്കണം. പോലീസുകാർ വിട്ടുകൊടുത്തിട്ട് നാട്ടുകാർ ചെയ്തങ്ങ് മെയ്യട്ടെ എന്ന് വെക്കണം. എന്നിട്ട് ഇവനെയൊക്കെ നാട്ടുകാർ ചെയ്ത് മെയ്ത് തീർത്ത് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു വിശപ്പിന് വേണ്ടി അരി എടുത്തപ്പോൾ മധുവിനെ തീർത്തതല്ലേ, അതിനൊക്കെ വലിയ പ്രശ്നം. മധുവിനെ തീർത്ത് ഇവന്മാരെ ഇതുപോലുള്ളവന്മാരെയാണ് നാട്ടുകാർ കൈകാര്യം ചെയ്തിട്ട് തീർത്ത് കളയേണ്ടത്. അല്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അന്നം തേടി വരുന്നവരെ ഒന്നുമല്ല. അപ്പൊ എനിക്കിത് ഞാൻ അത്രയും കൺട്രോളിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പക്ഷെ എന്റെ മനസ്സിലൂടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ പോകുന്നത് ഈ അഖിലയും അഷ്കറിനെയും ഉപമിക്കുന്നത് ശരിക്കും പച്ചത്തെറിയാണ് എന്റെ മനസ്സിലോട്ട് വരുന്നത്. അത് പബ്ലിക്കിലോട്ട് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ കൺട്രോൾ ചെയ്ത് സംസാരിക്കുന്നത്. പിന്നെ എന്താണേലും അഷ്കറിന്റെ അല്ല ഈ അഖിലയുടെ മുൻ ഭർത്താവിന്റെ വീട്ടുകാർ ഇതിനോട് പ്രതികരിച്ചു വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്ക്. തോന്നുന്നത് ഇപ്പോൾ ഈ മരണം സംബന്ധിച്ച് എനിക്ക് നല്ല സംശയമുണ്ട്. മരണമല്ല, ഇത് കൊലപാതകമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ഏകദേശം 2 മാസത്തോളം ഇവരുടെ പുറകെയാണ്. കുഞ്ഞിനെ ഇവർ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്കാൻ പോകുന്നു എന്നൊരു ശ്രുതി ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവന് അമ്മത്തൊട്ടിനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, അവന് മുത്തച്ഛനാ ഞങ്ങൾ വളർത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇത് കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞ് പ്ലാസ്റ്റിക് ഇട്ടേക്കാണെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് ഇട്ടേക്കാണെന്ന് ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണെന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ആ സൈക്കിളിൽ നിന്ന് വീണ കുഞ്ഞിൻ്റെ പുറത്ത് യാതൊരു മുറിവോ പാടുകളോ വേറെ ഒന്നുമില്ല, 2 കൈ മാത്രം ഒടിഞ്ഞിട്ടുള്ളത്. അത് ഇവ അടിച്ചൊടിച്ചതെന്നുള്ളത് യാതൊരു സംശയമില്ല, അടിച്ചൊടിച്ചതാണ്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഇത് കുഞ്ഞിനെ രാവിലെ വിളിച്ചറിയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് തൊണ്ടയിൽ ആഹാരം കുടുങ്ങി മരിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഞാൻ വന്ന് വക്കീൽ മുഖാന്തരം ഞാൻ നെടുമങ്ങാട് DYSPക്കും സർക്കിളിനും ഇമെയിൽ വഴി DGPക്കും പരാതി അയച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് കുഞ്ഞിനെ കണ്ടപ്പോഴത്തേക്ക് ദേഹം മുഴുവൻ പൊള്ളലാണ് കണ്ടിരിക്കുന്നത്. ആഹാരം തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞിൻ്റെ ദേഹം എങ്ങനെയാണ് പൊള്ളുന്നത്? നല്ല രീതിയിൽ പൊള്ളലുണ്ട്. അതുപോലെ പഴയ മുറിവിൻ്റെ പാടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിലത്ത് അത് ഞാൻ അടുത്ത് കണ്ടില്ല, എങ്കിലും നല്ല സിഗരറ്റ് ഇത് ഉള്ള സാധനങ്ങൾ, എന്തോ വട്ടത്തിലുള്ള സാധനങ്ങൾ വെച്ച് ചൂടാക്കി പൊള്ളിച്ചെന്നുള്ളതാണ്. അത് സിഗരറ്റ് വെച്ച് കുത്തി പൊള്ളിച്ച, അതായത് നമ്മൾ സിഗരറ്റ് വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ ഈ റൗണ്ട് ഇത് വരുമല്ലോ, ആ പാട്. പിന്നെ ഒരു ഡാൻസ് ടീച്ചറിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഈ ഡാൻസ് ടീച്ചറിന്റെ പങ്ക് എന്താണെന്നുള്ള അന്വേഷണം കറക്റ്റായിട്ട് അന്വേഷിക്കേണ്ടതാണ്.
അപ്പൊ ഈ കുഞ്ഞിന്റെ കയ്യിൽ എങ്ങനെ ഈ രണ്ട് കയ്യിൽ മുറിവ് വന്നു, അതുപോലെ ഡോക്ടർ ഏത് ഡോക്ടറാണ് ഈ കുഞ്ഞിന് പ്ലാസ്റ്റർ ഇട്ടത്, അത് ഡോക്ടർ എന്നിട്ട് എന്തുകൊണ്ട് കറക്റ്റായിട്ട് അന്വേഷിച്ചില്ല, ചുമ്മാ പ്ലാസ്റ്റർ ഇട്ട് വിടുവാണോ, അതെല്ലാം കൃത്യമായിട്ട് അന്വേഷിക്കണം. അപ്പൊ ഇതിനെ പ്രതികരിച്ച് എന്താണ് ചൈൽഡ് ലൈൻ മന്ത്രി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പഴുതുകൾ അടച്ചുള്ള ഒരു അന്വേഷണമായിരിക്കുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പരാമർശം. പിന്നെ എന്താണ് പറയാനുള്ളത്, ഇവനെ ഒന്നും എന്താണ് ഇവളേലും വെച്ചോണ്ടിരിക്കല്, ജയിലിൽ കടത്തി നമ്മുടെ ചെലവിന് തീറ്റിപ്പോറ്റി നാളെ ഒരു പരോള് കൊടുത്ത് അവൾമാരെ ഇറക്കി വിട്ട് ഇതുപോലെ പറ്റരുത്. ആ കുഞ്ഞിനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിന് എന്തുമാത്രം ഉണ്ടാ, അവന്റെ ചിരി എന്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ആ കുഞ്ഞിന്റെ ദേഹത്ത് 51 മുറിവുകളാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സിഗരറ്റ് കുറ്റിയും കൊണ്ട് ആ കുഞ്ഞു വിരലുകളിൽ അവന്റെ കാൽപാദങ്ങളിൽ അവൻ പൊള്ളിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ ജനനേന്ദ്രിയങ്ങൾ ആഴത്തിലുള്ള എന്തോ ഒരു മൂർച്ചയുള്ള ഒരു സാധനം വെച്ചിട്ട് അവിടെ ഒരു ആഴത്തിലൊരു മുറിവ് ഉണ്ടാക്കിയേക്കുന്നു. അതും തീരാഞ്ഞിട്ട് അവന്റെ തീരാഞ്ഞിട്ട് ആ കുഞ്ഞിനെ ഭിത്തിയിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കൂട്ടു നിന്ന ഒരുത്തി ഉണ്ടല്ലോ, പന്ന മോള്, അവളെയാണ് ആദ്യമേ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ഓരോ വരവും അരിഞ്ഞരിഞ്ഞ് അവളെയാണ് ശരിയാക്കേണ്ടത്. എനിക്ക് കൺട്രോൾ തരണേ എന്ന് വെച്ചോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം കറക്റ്റ്, കാരണം എടോ ഞാനും അമ്മയാണ്, 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഞാനും. എങ്ങനെയാണ് ഒരു 10 മാസം ചുമന്ന് പ്രസവിച്ച ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുക എന്നറിയത്തില്ല. ഒരു കേവലം കാമത്തിന് വേണ്ടിയിട്ട് അവൻ ഇതുപോലെ ക്രൂരത ചെയ്യുന്ന അവനോടൊക്കെ ഇത് ചെയ്യാൻ നിന്ന് അവിടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്റെ എനിക്കൊന്നും പറയാനില്ല. ഈ സബ്ജക്റ്റിനോട് ഞാൻ എങ്ങനെ ഇത് റിയാക്ട് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. കാരണം പച്ചത്തെറി അല്ലാതെ വേറെ ഒന്നും മനസ്സിലും വായിലും വരുന്നില്ല. അങ്ങനെ വിളിച്ച് ഇവന്മാരെ ഇത് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. പക്ഷെ അത് നമ്മൾ കുറെ കടന്ന് സോഷ്യൽ മീഡിയ കടന്നിട്ട് അങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള സിസ്റ്റം ഫെയിലിയർ ആണ്. ഇവിടെ സിസ്റ്റം മാറണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഇറങ്ങി നടക്കാമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ നരഹത്യയൊന്നും വലിയ ഇതില്ല. അതേസമയം നമ്മൾ ഈ ആനയോ അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളെയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു നിസ്സാര ഒരു പാമ്പിനെ തല്ലിക്കൊന്നാലും ഇവിടെ ആന കുതിര വിഷയമാണ്. പക്ഷെ ഒരു മനുഷ്യജീവൻ ഇവിടെ ഇത്രയൊക്കെ വിലയുള്ളൂ. ഒരു പിഞ്ചു കുഞ്ഞിന് ഒന്നും അറിയാത്ത ഒന്ന് അലറി എന്തെങ്കിലും ഒന്ന് പറയാൻ അറിയാവുന്ന ഒരു കുഞ്ഞിനെ കൊന്നാൽ ഇവിടെ ഒന്നുമില്ലെന്ന് ഇവന്മാർക്ക് നന്നിട്ടില്ല. അതുകൊണ്ട് ഇനി തക്കാളി മക്കൾ ഇതുമാതിരിയുള്ള കടയാടി പരിപാടി കാണിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ കൂടുതൽ ഇതിനകത്ത് എന്തെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടായി പോകും. നമുക്ക് പൈസ കിട്ടില്ല. പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിനെ 10 പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അപ്പം എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. സിസ്റ്റം ഫെയിലിയർ ആണ്. മാതൃകാപരമായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നത്. 2 സ്പോട്ടിൽ വരഞ്ഞ് മുറിവ് അതുപോലെ ഉണ്ടാക്കി മുളക് അരച്ച് പെരട്ടി അതുപോലെ ചെയ്തിട്ട് ഇവന്മാരെ അങ്ങ് തീർത്ത് കളയുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാതൃകാപരമായിട്ടുള്ള ശിക്ഷയാണ് കൊടുക്കേണ്ടത്. കാരണം ഇനി നാളെ ഇതുപോലെ ആൾക്കാർ ചെയ്യാൻ തുനിയുമ്പോഴത്തേക്ക് ഒന്ന് പേടിക്കണം. ഇതെങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും ഞങ്ങളുടെ അവസ്ഥ, ഇതായിരിക്കും എന്ന് അവന്മാർ ഓർക്കുന്ന രീതിയിലുള്ള ശിക്ഷയായിരിക്കണം ഈ സർക്കാർ കൊടുക്കേണ്ടത്. നമ്മുടെ BNS ഉള്ള ഏറ്റവും വലിയ ശിക്ഷയും ഇനി BNS അതിനപ്പുറം എന്തെങ്കിലും ശിക്ഷ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അത് അഥവാ നമ്മുടെ സിസ്റ്റം അങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നില്ലെങ്കിൽ ഇവന്മാരെ സ്പോട്ടിൽ അങ്ങ് പോലീസുകാർ ആരാണോ ഇതിന്റെ ചാർജ്, ഇവരുടെ കേസ് ഇൻചാർജ് ആർക്കാണോ ഉള്ളത് അവരങ്ങ് സ്പോട്ടിൽ തീർത്ത് കളയാണ്. അത്രയും വലിയ ഒരു ഉപകാരം വേറെ ഇല്ല. അപ്പം നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തിൽ തോന്നിയ വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യപ്പെടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുവരെ ശ്രദ്ധിക്കുക. ബൈ.